കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസുമായി തനിക്ക് ഒരു ബന്ധവുമില്ലെന്ന് സലിം രാജ്. താൻ ഒരു കരാറുകളിലും ഒപ്പിട്ടിട്ടില്ലെന്നും കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ സലിം രാജ് പറഞ്ഞു. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയാണ് സലിം രാജ് ഉൾപ്പെടെയുള്ള 7 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയാണ് കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിലെ സലീം രാജ് ഉൾപ്പെടെയുള്ള 7 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ച പ്രതികൾ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നും പുറത്തിറങ്ങി. കേസിൽ താൻ നിരപരാധിയാണെന്നും ഒരു കരാറിലും താൻ ഒപ്പിട്ടിട്ടില്ലെന്നും ജയിൽ മോചിതനായ സലീം രാജ് പറഞ്ഞു. ഈ കളമശ്ശേരി കടകംപള്ളി കേസോടെ എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇതിനകത്ത് CBI അന്വേഷിച്ചിരിക്കുകയാണ്. എനിക്ക് അവരെ പോകുന്ന വിശ്വാസം ഇപ്പോഴും 100% വിശ്വാസമുണ്ട്. അവർ അന്വേഷിച്ചിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയേണ്ടില്ല. ഞാൻ അറസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഒരു 6 എഗ്രിമെൻറ്റ് എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒപ്പിട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമില്ല. പ്രത്യേക വ്യവസ്ഥകളോടെയാണ് CBI കോടതി സലീം രാജ് ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം അനുവദിച്ചത്. പ്രതികളെല്ലാവരും എല്ലാ ശനിയാഴ്ചയും CBI കൊച്ചി യൂണിറ്റിൽ ഹാജരാകണം. തട്ടിപ്പ് നടന്നത് തിരുവനന്തപുരത്തായതിനാൽ ജില്ലയിൽ പ്രവേശിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ പാടില്ല. ഓരോ പ്രതിയും 50,000 രൂപ വീതം കോടതിയിൽ കെട്ടിവെക്കണമെന്നിവയാണ് വ്യവസ്ഥകൾ. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സലീം രാജ് അടക്കം 7 പ്രതികളെയും CBI അറസ്റ്റ് ചെയ്തത്. CBI തിരുവനന്തപുരം യൂണിറ്റിലേക്ക് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയായിരുന്നു അറസ്റ്റ്. തുടർന്ന് 3 ദിവസം CBI കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിനു ശേഷം പ്രതികളെ ഈ മാസം 18 വരെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ പ്രതികൾക്ക് വേണ്ടി AGയുടെ നിയമോപദേശം. ഈ നിയമോപദേശത്തെ തുടർന്നാണ് പരാതിക്കാരിൽ നിന്ന് നികുതി സ്വീകരിക്കാതിരുന്നത്. കളക്ടറുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ടും AG നിരാകരിച്ചു. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ സർക്കാർ അഭിഭാഷകരും കൂട്ടുനിന്നു എന്നതിന് തെളിവുകളാണ് പുറത്തുവന്നത്. നികുതി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭൂമി തട്ടിപ്പിനിരയായവർ ഹൈക്കോടതി സമർപ്പിച്ച കേസിൽ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. ഈ സത്യവാങ്മൂലം പ്രതികൾക്ക് വേണ്ടിയുള്ളതാണെന്ന ആക്ഷേപം ഉയർന്നു. സർക്കാർ അഭിഭാഷകരുടെ നടപടിക്കെതിരെ കടകംപള്ളി നിവാസികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടർക്ക് വേണ്ടി ജൂനിയർ സൂപ്രണ്ട് സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിക്കാതെയാണ് സീനിയർ ഗവൺമെന്റ് പ്ലീഡർ സത്യവാങ്മൂലം സമർപ്പിച്ചത്. റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ 2014 ജൂൺ 5 ചേർന്ന യോഗത്തിൽ നികുതി സ്വീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ AGയുടെ നിയമോപദേശത്തെ തുടർന്ന് നികുതി സ്വീകരിക്കുന്നത് നിർത്തിവെച്ചു. ഇതിനെതിരെ കടകംപള്ളി നിവാസികൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ജില്ലാ കളക്ടറിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർക്ക് വേണ്ടി ജൂനിയർ സൂപ്രണ്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് സീനിയർ ഗവൺമെന്റ് പ്ലീഡർ പരിഗണിച്ചില്ല. നികുതി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ നിർമ്മാണ കമ്പനി ഇതിനിടെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനെ AGയുടെ ഓഫീസ് എതിർത്തില്ല എന്നും ആക്ഷേപമുണ്ട്. അതേസമയം ഭൂമി തട്ടിപ്പിനിരയായവരുടെ നികുതി സ്വീകരിക്കുന്നതിന് AG എതിർക്കുകയും ചെയ്തു. NV ബാലകൃഷ്ണൻ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ TO സൂരജിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കും. ഈ ആവശ്യമുന്നയിച്ച് CBI എറണാകുളം CJM കോടതിയിൽ അപേക്ഷ നൽകും. ഈ ആവശ്യമുന്നയിച്ച് സൂരജ് നൽകിയ അപേക്ഷ നേരത്തെ കോടതി തള്ളിയിരുന്നു. കളമശ്ശേരി ഭൂമി ഇടപാടിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കി TO സൂരജ് കഴിഞ്ഞ ദിവസം എറണാകുളം CJM കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അന്വേഷണ ഏജൻസി വഴി അപേക്ഷ നൽകാൻ ആവശ്യപ്പെട്ട് CJM ഇത് തള്ളി. ഇതേ തുടർന്നാണ് CBIക്ക് മുമ്പാകെ നേരിട്ടെത്തി സൂരജ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ നാർക്കോ അനാലിസിസ് ഒഴിവാക്കി ബ്രെയിൻ മാപ്പിംഗോ പോളിഗ്രാഫ് ടെസ്റ്റോ നടത്താൻ സന്നദ്ധനാണെന്നാണ് അപേക്ഷയിൽ പറയുന്നത്. ഈ അപേക്ഷ അടക്കമാണ് CBI CJM കോടതിയിൽ സമർപ്പിക്കുക. വരുന്ന ദിവസങ്ങളിൽ തന്നെ സൂരജിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ടാണ് CBIയുടെ അപേക്ഷ. കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ സൂരജിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ CBI നേരത്തെ തയ്യാറെടുത്തിരുന്നുവെങ്കിലും സൂരജ് പിന്മാറുകയായിരുന്നു. കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉത്തരവ് താൻ നടപ്പാക്കുക മാത്രമായിരുന്നുവെന്നും ഇതിലെ ഇടപാടുകൾ സംബന്ധിച്ച് തനിക്ക് അറിയില്ലെന്നുമാണ് CBI ചോദ്യം ചെയ്തപ്പോൾ സൂരജ് പറഞ്ഞിരുന്നത്. ഈ മൊഴി CBI വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പുതിയ നടപടികൾ തെളിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. IG TJ ജോസ് കോപ്പിയടിച്ച സംഭവത്തിൽ കൂടുതൽ അന്വേഷണമില്ലെന്ന് DGP TP സെൻകുമാർ. വിഷയം ADGP അന്വേഷിച്ചതാണെന്നും തന്റെ നിരീക്ഷണങ്ങൾ സർക്കാരിന് സമർപ്പിക്കുമെന്നും DGP പറഞ്ഞു. ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓഫീസർ എന്നൊരു പരിഗണനയില്ല. അതിൽ ജോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിമിനൽ ഒഫൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു എൻക്വയറി, ഒരു ADGP നടത്തിയ എൻക്വയറിയുടെ മുകളിൽ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എൻക്വയറി നടത്തണമെങ്കിൽ പിന്നെ ഞാൻ എൻക്വയറി നടത്തണം ഇപ്പോഴത്തെ സ്ഥിതിയിൽ. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ എൻ്റെ റീസൺ ഔട്ട് ചെയ്ത റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കും. MG സർവകലാശാല പ്രോ വൈസ് ചാൻസലറുടെ ഡോക്ടറേറ്റ് ബിരുദം സംബന്ധിച്ച വിവാദം അന്വേഷിക്കാൻ ഉത്തരവ്.
സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ ജസ്റ്റിസ് പി സദാശിവമാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ നേരിട്ടാണ് ഈ വിവാദം അന്വേഷിക്കുക. MG സർവകലാശാല പ്രോ വൈസ് ചാൻസലറായ ഡോക്ടർ ഷീന ഷുക്കൂർ PVC ആകുന്നതിന് നൽകിയ ബയോഡാറ്റയിലും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും നിരവധി പൊരുത്തക്കേടുകളുണ്ട്. ഒരേ വിഷയത്തിൽ 2 സർവകലാശാലകളിൽ നിന്ന് ഡോക്ടറേറ്റ് പഠനം നടത്തിയെന്നാണ് രേഖകൾ. ഇതിൽ ചില തീയതികൾ തമ്മിലും ചില രേഖകൾ തമ്മിലും പൊരുത്തക്കേടുള്ളതാണ് വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് വിവാദമുണ്ടാകാൻ കാരണം. 3 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഡോക്ടറേറ്റ് ഷീന ഷുക്കൂർ 1.5 കൊല്ലം കൊണ്ട് നേടിയെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ഇതേക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം. ഷീന ഷുക്കൂറിന് ഡോക്ടറേറ്റ് നൽകിയ ചെന്നൈ അംബേദ്കർ നിയമ സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ നേരിട്ടെത്തി അന്വേഷണം നടത്തണമെന്നാണ് ഗവർണർ ഉത്തരവിട്ടിരിക്കുന്നത്. കൂടാതെ ഇവർക്ക് സർവകലാശാല ഡോക്ടറേറ്റ് നൽകിയ നടപടികളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നും VC പരിശോധിക്കും. ഗവർണറുടെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലറെ അന്വേഷണ ചുമതല ഏൽപ്പിച്ച് രജിസ്ട്രാർ ഉത്തരവിറക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന യാത്രാ സൗജന്യം KSRTC നിർത്തി. വരുമാന നഷ്ടം പരിഗണിച്ചാണ് KSRTC മാനേജ്മെന്റിന്റെ നടപടി. തീരുമാനം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. അതേസമയം വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും സൗജന്യ യാത്ര റദ്ദാക്കിയിട്ടില്ലെന്നും ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പീപ്പിൾ ഇംപാക്ട് പുനലൂരിലെ പോലീസ് മർദ്ദനത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. യുവാവിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് പീപ്പിൾ TVയാണ്. സംസ്ഥാനത്ത് അഴിമതിയെന്ന് പറഞ്ഞ AK ആന്റണി പിന്നീട് UDF സർക്കാരിന് A+ നൽകിയതിലൂടെ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്ന് VS അച്യുതാനന്ദൻ. വിഴിഞ്ഞം പോർട്ട് നിർമ്മാണം അദാനിക്ക് കൈമാറിയതിലൂടെ UDF സർക്കാർ കോടികളുടെ അഴിമതിക്ക് കളമൊരുക്കിയതായും VS ആരോപിച്ചു. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാരിന്റെ അഴിമതിക്കെതിരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടാണ് പ്രതിപക്ഷ നേതാവ് അരുവിക്കരയിൽ LDFന്റെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. ഒരു ദിവസം മാത്രം നിയമസഭ ചേർന്ന് സർക്കാർ ബില്ലുകൾ പാസാക്കിയത് വീണ്ടും അഴിമതി നടത്താനാണ്. ഉമ്മൻചാണ്ടിയുടെ അനുയായികൾ ആരൊക്കെയാണ്? പണമുണ്ടാക്കി കൊടുത്തിരിക്കും എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കെല്ലാം ഇതിനകം മനസ്സിലായി കഴിഞ്ഞു. കേരളത്തിൽ സർവത്ര അഴിമതി എന്ന് പറഞ്ഞ AK ആന്റണി 3 ആഴ്ചയ്ക്ക് ശേഷം അരുവിക്കരയിലെത്തിയപ്പോൾ സർക്കാരിന് A+ നൽകിയത് സോണിയാഗാന്ധിയെ ഭയന്നാണ്. മിസ്റ്റർ ആന്റണി, ആ ഉറക്കം യഥാർത്ഥത്തിൽ മയങ്ങിപ്പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവുമാണോ അതോ നിങ്ങളാണോ? മൻമോഹൻ സിംഗ് കൽക്കരി ഖനി ഇടപാടിൽ വാറണ്ടുമായി ചെന്ന പോലീസുകാരെ കണ്ടപ്പോൾ ആകെ ബേജാറായി. അപ്പോഴത്തെ അന്നത്തെ സഹമന്ത്രിയായ രാജ്യരക്ഷാമന്ത്രി ഇത് വല്ലതും അറിയുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു ശബ്ദമെങ്കിലും നാം കേട്ടോ? വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും അദാനിയുമായി ഔദ്യോഗിക ചർച്ച നടത്തിയത് KV തോമസ് MPയുടെ വസതിയിലാക്കിയത് എന്തിനായിരുന്നുവെന്ന് VS ചോദിച്ചു. ചർച്ചയുടെ മിനിറ്റ്സ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി അത് നൽകാനാവില്ലെന്ന് പറഞ്ഞതിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. LDF നേതാക്കളായ കാനം രാജേന്ദ്രൻ, EP ജയരാജൻ, C ദിവാകരൻ, നീലലോഹിതദാസൻ നാടാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, V സുരേന്ദ്രൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ മന്ത്രിയും MLAയുമായ KB ഗണേഷ് കുമാറും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, അരുവിക്കര. എന്തിനും കോഴ വാങ്ങുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് മുൻ മന്ത്രി KB ഗണേഷ് കുമാർ. G കാർത്തികേയനെ മന്ത്രിയാക്കരുതെന്ന് ആവശ്യപ്പെട്ടയാളാണ് രമേശ് ചെന്നിത്തലയെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ഇപ്പോൾ കാർത്തികേയന്റെ പേരിൽ സഹതാപം സൃഷ്ടിക്കാൻ ചെന്നിത്തല ശ്രമിക്കുന്നത് അപഹാസ്യമാണെന്നും ഗണേഷ് കുമാർ അരുവിക്കരയിൽ പറഞ്ഞു. എന്തിനും കമ്മീഷൻ പറ്റുന്ന, എന്തിനും പണം വാങ്ങുന്ന ഒരു മന്ത്രിസഭയാണ് കേരളം ഭരിക്കുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നത് വിഴിഞ്ഞത്തെ തുറമുഖം അദാനിക്ക് കൊടുക്കുന്നുവെന്നാണ്. മൊത്തം ചെലവിന്റെ 1/3 മാത്രം ചെലവഴിച്ചുകൊണ്ട് ഏതാണ്ട് 80-100 കൊല്ലത്തേക്ക് വിഴിഞ്ഞമെന്ന പ്രദേശം തീരെഴുതുകയാണ് അദാനിക്ക്. പ്രതിപക്ഷ നേതാവടക്കമുള്ളവരോട് KPCCയുടെ പ്രസിഡന്റ് ആക്കാമെന്ന് പറഞ്ഞ് കൊതിപ്പിച്ച് പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ഇറങ്ങുകയാണ്, സ്പീക്കർ സ്ഥാനം ഒഴിയുന്നു എന്ന് ശ്രീ സഖാവ് ജയരാജൻ അടക്കമുള്ള ഒരു വേദിയുണ്ട്. പഴയ സ്പീക്കർ രാധാകൃഷ്ണനുണ്ട്. ഞങ്ങളെല്ലാം കേട്ടതാ. വിട പറഞ്ഞയാളാണ്, നിയമസഭാ സ്പീക്കർ സ്ഥാനം ഒഴിയുകയാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു. അറിയാമോ, മന്ത്രിയാക്കാമെന്ന് ഉമ്മൻചാണ്ടി ഓഫർ കൊടുത്തു അദ്ദേഹത്തിന്. രമേശ് ചെന്നിത്തല ഇപ്പൊ വലിയ സുഹൃത്തായിട്ട് നടക്കുകയാണ്. ഈ രമേശ് ചെന്നിത്തല NSS ജനറൽ സെക്രട്ടറിയെ കണ്ടു. ജനറൽ സെക്രട്ടറി എന്നോട് പറഞ്ഞു,
എനിക്കൊരു വിരോധമില്ല. കാർത്തികേയനെ മന്ത്രിയാക്കുന്ന നടപടി മാത്രം ഉണ്ടാകരുതെന്ന് ഉമ്മൻചാണ്ടിയോട് പറയണം. ഞാൻ എല്ലാത്തിനോടും സഹകരിക്കാം എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് അദ്ദേഹത്തിന്റെ മകനെയും കൊണ്ട് വരിക. വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ അറസ്റ്റിലായ ദില്ലി നിയമമന്ത്രി ജിതേന്ദ്ര സിംഗ് തോമർ രാജിവെച്ചു. തോമറിനെ ദില്ലി സാകേത് കോടതി 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. അറസ്റ്റിൽ ഗൂഢാലോചനയില്ലെന്നും നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് മന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്നും ദില്ലി പോലീസ് പറഞ്ഞിരുന്നു. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തോടൊപ്പം വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകിയെന്ന കേസിലാണ് നിയമമന്ത്രി ജിതേന്ദ്ര സിംഗ് തോമറിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാജരേഖ ചമക്കൽ, വഞ്ചന, ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് മന്ത്രിക്കെതിരെ ചുമത്തിയത്. കൊല്ലം TKDM സ്കൂളിലെ കുട്ടികൾക്ക് മൂത്രപ്പുരയിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥ. മൂത്രപ്പുരയിൽ പുഴുക്കൾ കൊണ്ട് നിറഞ്ഞ ദുർഗന്ധം വമിക്കുകയാണ്. അധികൃതരുടെ ഈ അനാസ്ഥ കാരണം സ്കൂൾ പരിസരത്ത് നിൽക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് വിദ്യാർത്ഥികൾ. TKDM ഗവൺമെന്റ് സ്കൂളിൽ 4 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഹയർ സെക്കൻഡറി, VHSE, ഹൈസ്കൂൾ എന്നിവയ്ക്ക് പുറമെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രവർത്തിക്കുന്നു. ഈ സ്കൂളുകളിലെ ആൺകുട്ടികളുടെ മൂത്രപ്പുരയിലാണ് പുഴുക്കളെ കണ്ടെത്തിയത്. അവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുറന്നതിന് ശേഷം മൂത്രപ്പുര വൃത്തിയാക്കിയില്ലെന്നതിന് തെളിവായി ഈ ദൃശ്യം. പിന്നെ ശനി ഞായർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നാണ് ക്ലാസ്, ഇന്നലെ ഹർത്താലായിരുന്നു. ശേഷം വന്നപ്പോൾ ഇങ്ങനെ നടക്കുന്നു. ഞങ്ങൾ പിന്നെ ഇവിടെ കയറാതെ അപ്പുറത്തെ ബാത്റൂമിലാണ് കയറുന്നത്. ഇവിടെ പുഴുക്കൾ ഉണ്ടാതെ. അന്യസംസ്ഥാന സ്വദേശിയായ യുവാവിനെയാണ് മൂത്രപ്പുര വൃത്തിയാക്കുന്നതിന് നിയോഗിച്ചിരുന്നതെന്നും വെള്ളിയാഴ്ചക്കുള്ളിൽ മൂത്രപ്പുര വൃത്തിയാക്കുമെന്നും സ്കൂൾ അധികൃതർ പറയുന്നത്. ഇപ്പം ഞങ്ങൾ 3 സെക്ഷൻകാരാണ് മാറി മാറി എടുക്കുകയായിരുന്നു. ഇപ്പോൾ സ്കൂൾ തുറന്നേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് ഇതുവരെയും ക്ലാസ് ഇല്ലായിരുന്നു. അപ്പം ഒരാഴ്ച ആയതേ ഉള്ളൂ. ക്ലീൻ ചെയ്തിരിക്കും. പക്ഷെ ഞാൻ ആ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഉണ്ട്. ഒരു സെക്കൻഡ് പോലും ഈ മൂത്രപ്പുരയിൽ നിൽക്കാനാവില്ല. അത്രമാത്രം ദുർഗന്ധവും അതുപോലെ തന്നെ പുഴുക്കളരിച്ച നിലയിലുമാണ്. TKDM സ്കൂളിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. 108 ആംബുലൻസുകൾ ഇനി മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കീഴിലായിരിക്കും പ്രവർത്തിക്കുക. ആരോപണ വിധേയമായ കമ്പനിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. 108 ആംബുലൻസുകൾ ഏറ്റെടുത്ത് സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ കമ്പനി നടത്തിയ തട്ടിപ്പുകൾ പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. 2013 ഒക്ടോബർ 15 മുതലാണ് ആന്ധ്രാപ്രദേശിലുള്ള GVK EMRI എന്ന സ്വകാര്യ കമ്പനി കേരളത്തിലെ 108 ആംബുലൻസുകളുടെ സർവീസ് ഏറ്റെടുത്തത്. ആദ്യ 6 മാസത്തേക്കാണ് കമ്പനിക്ക് കരാർ നൽകിയതെങ്കിലും പിന്നീടുള്ള ഓരോ 3 മാസം കഴിയുമ്പോഴും കരാർ പുതുക്കി നൽകുകയായിരുന്നു. 3000 കിലോമീറ്ററിന് 1,17,000 രൂപയും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിന് 17 രൂപ പ്രകാരമാണ് കരാർ നൽകിയിരുന്നത്. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടത് കരാർ ഏറ്റെടുക്കുന്ന കമ്പനിയായിരുന്നു. വർഷാവർഷം വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തത് മൂലം 43 ആംബുലൻസുകളിൽ പകുതിയിലധികവും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഈ മാസം 15-ന് കാലാവധി തീരാനിരിക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഈ കമ്പനിക്ക് തന്നെ കരാർ പുതുക്കി നൽകാനുള്ള തീരുമാനമായിരുന്നു. എന്നാൽ ഇതിനെതിരെ വാർത്തകൾ പുറത്തു വന്നതോടെ ആംബുലൻസുകളുടെ പ്രവർത്തനം കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഏറ്റെടുക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. കരാർകാരൻ നൽകിയിരുന്ന നിക്ഷേപ തുകയെടുത്ത് വാഹനം പൂർവ്വസ്ഥിതിയിലാക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. കരാർ പ്രകാരം സർവീസ് നടത്താത്തത് മൂലം കോടികളുടെ നഷ്ടം സർക്കാരിനുണ്ടായതായി CAG റിപ്പോർട്ടും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പിഴയിനത്തിൽ ഇവർ ചുമത്തേണ്ട തുകയും കമ്പനിക്ക് സർക്കാർ ഇളവ് ചെയ്തു കൊടുത്തിരുന്നു. ഇത്തരത്തിൽ വഴിവിട്ട സഹായം നൽകി കമ്പനിയെ നിലനിർത്താനുള്ള നീക്കമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ചാവക്കാട് മുനിസിപ്പൽ ചെയർമാനായിരുന്ന KP വത്സലിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 3 മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ജീവപര്യന്തം. അകലാട് സ്വദേശികളായ കരീം, ഹുസൈൻ, നസീർ എന്നിവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തൃശൂർ അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതികൾക്ക് ഓരോ ലക്ഷം രൂപ പിഴയും വിധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ 2006-ലാണ് കൊല നടന്നത്. തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ ചാവക്കാട് മുനിസിപ്പൽ ചെയർമാൻ KP വത്സലിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 3 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. അകലാട് സ്വദേശികളായ കരീം, ഹുസൈൻ, നസീർ എന്നിവർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തൃശൂർ അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 5 പ്രതികളിൽ 1-ാം പ്രതി സുലൈമാൻ കുട്ടി 2007-ൽ മരിച്ചിരുന്നു. ഒളിവിൽ പോയ 2-ാം പ്രതി ഫൈസലിനെ കണ്ടെത്താൻ പോലീസിനായില്ല. ഇരുവരെയും ഒഴിവാക്കിയാണ് വിചാരണ നടന്നത്. ആകെ 5 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 1-ാം പ്രതി സുലൈമാൻ കുട്ടി മരണപ്പെട്ടു. 2-ാം പ്രതി ഫൈസൽ എബ്സ്കോണ്ടിംഗ് ആണ്. അയാൾക്കെതിരെയുള്ള കേസ് വേറെ നടക്കുന്നതാണ്. 2006 ഏപ്രിൽ 16-നാണ് കൊല നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KV അബ്ദുൽ ഖാദർ MLA-ക്കായി പ്രചരണം നടത്തുന്നതിനിടെ മുസ്ലിം ലീഗ് പ്രവർത്തകരായ പ്രതികൾ മുനിസിപ്പൽ ചെയർമാൻ KP വത്സലൻ, കൌൺസിലർ AH അക്ബർ എന്നിവരെ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ അക്ബർ ഏറെനാൾ ഗുരുതരാവസ്ഥയിലായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ആളുകളാണ്
മുനിസിപ്പൽ ചെയർമാനായ KP വത്സലിനും ഞാനും ഞങ്ങളെ ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുകയാണ് ചെയ്തത്. UDFന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചത്. പ്രതികളിൽ നിന്ന് ഓരോ ലക്ഷം രൂപ പിഴയും ഈടാക്കും. പിഴയിൽ 2 ലക്ഷം രൂപ വത്സലന്റെ കുടുംബത്തിനും 75,000 രൂപ അക്ബറിനും നൽകാൻ കോടതി വിധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബോംബ് രാഷ്ട്രീയത്തെ കണ്ണൂരിന് പരിചയപ്പെടുത്തിയത് കോൺഗ്രസുകാരെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. അവരാണിപ്പോൾ സമാധാനത്തിന്റെ അപ്പസ്തോലന്മാരാകാൻ ശ്രമിക്കുന്നതെന്നും ജയരാജൻ പരിഹസിച്ചു. കണ്ണൂരിൽ നിരവധി സഖാക്കളെ RSSകാർ കശാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ബോംബ് രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടാണ് ചെന്നിത്തല പറയുന്നതെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ബോംബ് ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തിയിട്ടുള്ള ആദ്യത്തെ സംഭവം നടത്തിയത് ആരാന്നറിയോ? കോൺഗ്രസുകാരാണ്. അവരിപ്പോ സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരായിട്ട് നടക്കുകയാണിപ്പോ. ബോംബ് രാഷ്ട്രീയം, മാർക്സിസ്റ്റുകാർ അല്ലേ? കണ്ണൂരിലെ പോലീസിന്റെ റെക്കോർഡിൽ, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോവിന്റെ രേഖപ്രകാരം ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടത് KPCC മെമ്പറാണ്. ഇപ്പോഴും KPCC മെമ്പർ. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിട്ട് നിർത്തി അദ്ദേഹത്തെ. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ വിജയിയായ KV മാത്തുക്കുട്ടിക്ക് ടാറ്റ നാനോ കാർ സമ്മാനിച്ചു. തൊടുപുഴയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ AM ഹാരിത്ത് സമ്മാന വിതരണം നിർവഹിച്ചു. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് CEO PS സുബൈർ, ബ്രാഞ്ച് മാനേജർ അനൂപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.